ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. TaNaKh ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച. കാലാകാലങ്ങളായിട്ട് കത്തോലിക്ക വിശ്വാസികളുടെ വലിയ ഭക്തിയുടെ ഭാഗമാണ് ജപമാല. ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ലോകമെമ്പാടുമുള്ള എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും ജപമാലയെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് ലിയോ 13 പാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ നാളെ ആണ്ടുവട്ടത്തിൽ 27ാമത്തെ ഞായറാഴ്ച ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ആരംഭിക്കുന്ന ഭാഗം ഇപ്രകാരമാണ്. വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണത് ആരംഭിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ 5-ാമത്തെയും 6-ാമത്തെയും വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇപ്രകാരം കാണാൻ സാധിക്കും. അപ്പോസ്തലന്മാർ കർത്താവിനോട് പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. കടുകുമണിയോളം വിശ്വാസം. ഈ വാക്ക് വളരെ സ്പർശകമായിട്ട് തോന്നി. കടുകുമണിയോളം വിശ്വാസമുണ്ടാകാൻ ജപമണി പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. കടുകുമണിയും ജപമണിയും. കടുകുമണിയോളം വിശ്വാസത്തിന് ജപമണി പ്രാർത്ഥന. നമുക്കൊരു 5 ചിന്തകളിലൂടെ കടന്നു പോകാം. ഒന്നാമത്തേത്, ഈ മണികളിലൂടെ ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഉണ്ടായത് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാനുള്ള കൊതിയിൽ നിന്നുമാണ്. പ്രാർത്ഥനയുടെ കൊതിയിൽ നിന്നും. 150 സങ്കീർത്തനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടതടവില്ലാതെ ഉരുവിട്ടുകൊണ്ടിരുന്ന സന്യാസിമാരെ കേട്ട കർഷകരായ പാവപ്പെട്ട സഹോദരങ്ങൾ, ജോലിക്ക് പോകുന്നവർ, അവരുടെ ആഗ്രഹം സന്യാസിമാരെ അറിയിച്ചു. ഞങ്ങൾക്കും ഈ 150 സങ്കീർത്തനങ്ങൾ ദിവസവും പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. അവർ തിരിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് സമയം അതിന് തികയണമെന്നില്ല. അതിനാൽ 150 പ്രാവശ്യം സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുക. പിൽക്കാലത്ത് മരിയസ്തുതി എന്ന് പറയപ്പെടുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, ആദ്യ ഭാഗം വചനവും 2-ാം ഭാഗവും യാചനയുമായിട്ടുള്ള പ്രാർത്ഥന രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന 150 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന മരിയഭക്തിയുണ്ടാവുകയും ചെയ്തു. അങ്ങനെ 150 സങ്കീർത്തനങ്ങൾ ചൊല്ലുവാൻ ആഗ്രഹിച്ചിരുന്ന ദൈവജനമാണ് പിന്നീട് 150 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ജപമാല പ്രാർത്ഥന തുടങ്ങി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ജപമാല പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള കൊതിക്കുന്നവരുടെ പ്രാർത്ഥനയാണ്. വെറുതെ ചടങ്ങിന് ചൊല്ലി തീർക്കുന്നവരുടെ പ്രാർത്ഥനയല്ല ജപമാല. പരിശുദ്ധ അമ്മയോട് വലിയ സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കാൻ കൊതിയുള്ളവരുടെ പ്രാർത്ഥനയാണ് ജപമാല. ഇങ്ങനെ ഈ കൊതിയോടുകൂടി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നമുക്ക് വിജയം കൈവരിക്കാൻ വിശ്വാസത്തിൻ്റെ ശക്തി പ്രകടമാകും. 1214 പ്രോവിൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധ ഡൊമിനിക് ഗുസ്മാന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജപമാല നൽകി ഈ ജപമാലയുടെ ശക്തിയെക്കുറിച്ച് വിശുദ്ധനോട് സംസാരിക്കുകയുണ്ടായി. ആൽബിജൻസിൻ എന്ന് പറയപ്പെടുന്ന ശക്തമായ പാഷണ്ഡതയെ പരാജയപ്പെടുത്തുവാൻ വിശുദ്ധനെ സഹായിച്ചത് ജപമാലയാണ്. പിൽക്കാലത്ത് ലെപ്പാൻറ്റോ കടലിടുക്കിൽ നടന്ന യുദ്ധത്തിൽ തുർക്കികളിൽ നിന്നും കത്തോലിക്ക വിശ്വാസികൾ അവരുടെ ജീവൻ സംരക്ഷിച്ച് വിജയം പ്രാപിച്ചതും ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് നമുക്കറിയാം. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് വിജയമാതാവിൻ്റെ തിരുനാൾ ഒക്ടോബർ 7-ന് ആചരിച്ചു തുടങ്ങിയതും പിൽക്കാലത്തത് ജപമാല രാജ്ഞിയുടെ തിരുനാളായി പ്രഖ്യാപിക്കപ്പെട്ടതും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വസ്തുത, പ്രാർത്ഥിക്കാൻ കൊതിക്കുന്നവർക്ക് വിശ്വാസത്തിൻ്റെ ശക്തി പ്രദാനം ചെയ്യുന്ന പ്രാർത്ഥനയാണ് ജപമാല. കടുകുമണി വിശ്വാസത്തിനായി ജപമണികൾ പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ചിന്ത എന്ന് പറയപ്പെടുന്നത് ഈ പ്രാർത്ഥനയുടെ ശക്തിയുടെ ഉറവിടം എന്താണെന്നുള്ളതാണ്. ജപം, വചനം, ബലം, പ്രബലം. നമ്മൾ ജപിക്കുന്നത് വചനമാണ്. ആ ജപിക്കുന്ന നന്മ നിറഞ്ഞ പറയുന്ന പ്രാർത്ഥന അത് വചനമാണ്. ഒപ്പം ഈ ജപമാലയിലെ രഹസ്യങ്ങളായി ധ്യാനിക്കുന്നതുമൊക്കെ വചനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പം ജപം വചനമായി മാറുമ്പോൾ അതിൻ്റെ ബലം പ്രബലമായി നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഇതാണ് നമുക്ക് ജപമാലയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ജപമാലയുടെ ശക്തി എന്ന് പറയപ്പെടുന്നത് വചനത്തിൻ്റെ ശക്തിയാണ്. വചനത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് നമ്മൾ പല ആവർത്തി ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ അത്രയും വലിയ ശക്തമായ വചനം തന്നെ ആവർത്തിച്ചുരുവിടുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജപമാലയ്ക്ക് ശക്തി വർദ്ധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 11-ാം പിയൂസ് പാപ്പ പറഞ്ഞ വാക്യമാണ്, ഈ നമുക്ക് സ്വർഗം തന്നിരിക്കുന്ന ശക്തമായ ഒരു ആയുധമാണ് ജപമാല. അതിന് കൂടുതലൊരു പ്രചാരം ലഭിച്ചത് വിശുദ്ധ പാദ്രിപ്പിയോ എന്ന ജപമാല ഭക്തൻ്റെ വാക്യങ്ങളിലൂടെയാണ്. നമ്മൾ അവസാനം ചിന്തിക്കുന്നതാണ്. രണ്ടാമതായിട്ട്
ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: സ്നേഹത്തിൽ ഉയരുന്ന വിശ്വാസ ജീവിതമാണ് ജപമാല വഴി സാധ്യമാകുന്നത്. സ്നേഹത്തിൽ ഉയരുന്ന വിശ്വാസ ജീവിതം. അപ്പോൾ ആ വിശ്വാസ ജീവിതം ഉയരുന്നത് സ്നേഹത്തിലൂടെ, ആവർത്തിച്ചുരുവിടുന്നതിലൂടെ പരിശുദ്ധമയുള്ള സ്നേഹമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. നമ്മൾ ഫുൾട്ടൻ ജോഷിൻ്റെ പഠനങ്ങൾ 2 ചിന്തകളാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത്. ഒന്ന്, ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജോഷിൻ്റെ അരികിൽ ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ ഒരു പ്രാർത്ഥന തന്നെ വീണ്ടും വീണ്ടും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? വിരസത തോന്നുകയില്ലേ? അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ പെട്ടെന്ന് ബിഷപ്പ് ഈ പെൺകുട്ടിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നീ ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് വരുന്നതിന് മുമ്പ് നീ ഒരു ചെറുപ്പക്കാരൻ്റെ സംസാരിക്കുന്നുണ്ട്. ആരാണത്? ഞാൻ സ്നേഹിക്കുന്ന പേരാണ്. നീ എന്താണ് അവനോട് അവസാനമായി പറഞ്ഞത്? ഞാൻ സ്നേഹിക്കുന്നു. നീ അപ്പോൾ രാവിലെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ സ്നേഹിക്കുന്നുവെന്ന്. അവൻ നിന്നോട് എന്താ പറഞ്ഞത്? ഞാൻ സ്നേഹിക്കുന്നുവെന്ന്. ഇനി നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടി എന്ത് പറയും? ഞാൻ സ്നേഹിക്കുന്നുവെന്ന്. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, ഇതുതന്നെയാണ് ജപമാലയിലും മരിയ ഭക്തരായിട്ടുള്ള വിശ്വാസികൾ ചെയ്യുന്നത്. അമ്മയെ സ്നേഹിക്കുന്നുവെന്ന് ഓരോ നന്മ അറിഞ്ഞ മറിയത്തിലൂടെയും ആവർത്തിച്ചുരുവിടുക വഴി ആ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നു. ആ സ്നേഹം പരിശുദ്ധ അമ്മ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ജപമാല. ഇങ്ങനെ ജപമാലയെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് പിന്നീട് അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട്, ജപമണികൾ. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ആ ജപമണികളിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വിമാനം അതിൻ്റെ റൺവേയിലൂടെ അതിൻ്റെ വീലുകൾ വഴി ഓടിത്തുടങ്ങി ഇങ്ങനെ ആകാശത്തിലേക്ക് പറന്നുയരുന്ന സംഭവം. ആ റൺവേയിലൂടെ ആ വീലുകൾ ഉരുണ്ട് ആകാശത്തിലേക്ക് ഉയരുന്ന അതേ പ്രക്രിയ തന്നെയാണ് ജപമണികളിലൂടെ വിരലുകൾ കടന്നു പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും സംഭവിക്കുന്നത്. സ്നേഹത്തിലൂടെ ഉയരുന്ന പ്രാർത്ഥനയാണ്, സ്നേഹത്തിലൂടെ വിശ്വാസത്തിലേക്ക് ഉയരുന്ന പ്രാർത്ഥനയാണ് ജപമാല. നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു വസ്തുതയുണ്ട്. നമ്മൾ വളരെ പ്രധാനമായിട്ടും ഇതൊരു കുടുംബ പ്രാർത്ഥനയാണ്. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ദിവ്യബലി എന്ന് നമുക്ക് വിളിക്കാവുന്നൊരു പ്രാർത്ഥനയാണ് ജപമാല. നമുക്ക് അതിനെ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും: താലിമാലയ്ക്ക് ബലം നൽകുന്നത് ജപമാലയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന കുദാശയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു താലിമാലയുടെ ബലം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ആലങ്കാരികമായിട്ട് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധമാണ്. ഏറ്റവും വിശ്വസ്തയോടുകൂടി, വിശ്വാസത്തോടു കൂടി, പരസ്പര ആദരവോടുകൂടി, സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ജപമാലയാണ്. ഈ പിശാച് പിടിച്ച പോലെയുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭാര്യയ്ക്ക് ഭർത്താവിനോട് അറപ്പ്, സ്നേഹിക്കാൻ തോന്നുന്നില്ല. ഭർത്താവിന് ആ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളുടെയും പേരിൽ ആ ഒരു അകൽച്ച, അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളോട് വേണ്ടത്ര ബഹുമാനത്തോടും ആദരവോടും കൂടി കാണാതെ അവരെ കറവപ്പശുവിനെ പോലെ കണ്ട് കാശുണ്ടാക്കുക അല്ലെങ്കിൽ കൊന്നുകളയുക എന്ന രീതിയിലൊക്കെ മാത്രം കാണുന്ന രീതി. ഇങ്ങനെ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ താറുമാറായി പോകുമ്പോൾ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ രഹസ്യങ്ങളിലെ ഏറ്റവും അവസാനത്തേതെന്ന് പറയപ്പെടുന്നത്, ഫ്രാൻസിസും ജസീന്തയും മരിച്ചു കഴിഞ്ഞ് പിന്നീട് ലൂസി അവസാനമായിട്ട് വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ലൂസി പറയുന്ന പ്രകാരമാണ്, സാത്താൻ തൻ്റെ അവസാനത്തെ പോരാട്ടം മാറ്റിവെച്ചിരിക്കുന്നത് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. കുടുംബങ്ങളെ തകർക്കുക എന്നതാണ് സാത്താൻ്റെ അവസാനത്തെ പോരാട്ടം. അതുവഴി കുടുംബങ്ങൾ നശിപ്പിക്കുക വഴി, വിശ്വാസം നശിപ്പിക്കുക വഴി, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക വഴി ഭാവി വിശ്വാസികൾ ഇല്ലാതാക്കപ്പെടുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. പക്ഷേ നിങ്ങൾ ഭയക്കേണ്ട, പരിശുദ്ധ അമ്മ ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് നൽകുന്നത്. ഈ അവസാനത്തെ യുദ്ധം വിജയിക്കാൻ വേണ്ടി ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് ലൂസിക്ക് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയ നിർദ്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. താലിമാലയ്ക്ക് ബലം നൽകുന്ന മാലയാണ് ജപമാല. അഞ്ചാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത, നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കഴുത്തിലണിയുമ്പോൾ ആഭരണവും കയ്യിലെടുക്കുമ്പോൾ ആയുധവുമാണ് ജപമാല. വിശുദ്ധ പാദ്രിപ്പിയോയുടെ സുന്ദരമായ വാക്യമാണ്, ഈ ജപമാല എന്ന് പറയപ്പെടുന്നത് ഈ കാലഘട്ടത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് ജപമാല. ദ റോസറി ഈസ് ദ വെപ്പൺ ഫോർ ദീസ് ടൈംസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാദ്രിപ്പിയോ ജപമാലയെക്കുറിച്ച് പറയുന്ന സുന്ദരമായ വാക്യം. ദ റോസറി ഈസ് ദ വെപ്പൺ ഫോർ ദീസ് ടൈംസ്. ഈ കാലഘട്ടത്തിന് വേണ്ടി സ്വർഗം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആയുധമാണ് ജപമാല. ഇതുപയോഗിച്ച് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്നവന് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാം, അവൻ പരാജയപ്പെടത്തില്ല, ഉറപ്പാണ്. ലൂയി ഡി മോൺഫോർട്ടിൻ്റെ വാക്കുകൾ പോലെ ജപമാലയെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുന്ദരമായ വാക്യം അദ്ദേഹം പറയുന്ന പ്രകാരമാണ്, ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് നശിച്ചു പോവുകയില്ല എന്നത് വലിയൊരു സത്യമാണ്. ഈ സത്യം എൻ്റെ രക്തം കൊണ്ട് പോലും എഴുതി ഒപ്പിട്ട് തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ജപമാല ഭക്തിയിൽ നമുക്ക് ഈ മാസം മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തി നിർത്തുന്ന
ജപമാല പ്രാർത്ഥിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന സുവിശേഷ ഭാഗം തന്നെയാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. കടുകുമണിയോളം വിശ്വാസമുണ്ടാകാൻ ജപമണികളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു മാസം മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.